ഓം ശ്രീ സായിരാം. 1987-88 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഒരു ജനുവരിയിൽ ഞാൻ സേവാദൾ വോളണ്ടിയറായി പുട്ടപ്പർത്തിയിൽ രാത്രി ഡ്യൂട്ടിയിലായിരുന്നു. ഇന്നത്തെ VIP ഗസ്റ്റ് ഹൗസ് നിൽക്കുന്നതിനടുത്തായി വടവൃക്ഷത്തിൻ്റെ ഭാഗത്തായിരുന്നു എനിക്ക് ഡ്യൂട്ടി. അന്ന് അവിടെയൊക്കെ നിറയെ വൃക്ഷങ്ങളും ചെടികളും നിറഞ്ഞ് കാടായിരുന്നു. ഇന്നത്തെ പോലെ ഇലക്ട്രിക് ലൈറ്റുകളോ വിശാലമായ വഴിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഒറ്റയ്ക്കാണ് ഡ്യൂട്ടി. ചിലപ്പോൾ ഭയമാകും. അപ്പോൾ സ്വാമിയെ പ്രാർത്ഥിക്കും. അതുമാത്രമാണ് പരിഹാരം. 1 മണിക്കൂർ ഇടവിട്ട് സേവാദൾ ഗ്രൂപ്പ് ലീഡർമാർ റോന്ത് ചുറ്റാൻ വരും. സേവാദൾ വോളണ്ടിയർമാർ ഡ്യൂട്ടി പോയിന്റിൽ ഉണ്ടോ അതോ ഉറങ്ങുകയാണോ എന്നൊക്കെ പരിശോധിക്കാനായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ മാത്രമാണ് ആ ഏകാന്ത രാത്രികളിൽ മനുഷ്യനെ കാണുന്നത്. ഇടയ്ക്ക് പ്രശാന്തി സെക്യൂരിറ്റി, അതായത് PS എന്ന് പറയും, ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പാണത്. PS വോളണ്ടിയർമാർ വരും. സേവാദൾ സ്കാർഫും ബാഡ്ജും ഇല്ലാതെ മഫ്റ്റിയിൽ സെക്യൂരിറ്റി നിരീക്ഷണം നടത്തുന്ന വോളണ്ടിയർമാരാണ് PS. ഒരു ദിവസം രാത്രി ഡ്യൂട്ടി സമയത്ത് ദേഹം മുഴുവനും കമ്പിളി പുതപ്പ് കൊണ്ട് മൂടി തലയിൽ ഒരു കമ്പിളി തൊപ്പിയുമായി ഒരാൾ എൻ്റെ ഡ്യൂട്ടി പോയിന്റിൽ വന്നു. ഞാൻ സായിരാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു. അദ്ദേഹവും സായിരാം പറഞ്ഞ് എൻ്റെ സമീപത്ത് ഒരു കല്ലിലിരുന്നു. ഞാൻ ചോദിച്ചു, താങ്കൾ ആരാണ്? ഈ സമയത്ത് എന്തിനാണ് ഇവിടെ വന്നത്? അദ്ദേഹം PS വോളണ്ടിയർ ആണ് എന്ന് പരിചയപ്പെടുത്തി. ആന്ധ്ര സ്വദേശിയാണ്. എൻ്റെ നാട് എവിടെയാണെന്നും എന്ത് ചെയ്യുന്നു എന്നുമെല്ലാം ചോദിച്ചു. ഞങ്ങൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഏതാണ്ട് 1 മണിക്കൂർ അദ്ദേഹം എൻ്റെ അടുത്ത് ചെലവഴിച്ചു. ആധ്യാത്മികമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിലേറ്റവും പ്രധാനം നമ്മളെല്ലാം ശിവസ്വരൂപങ്ങളാണ് എന്നുള്ളതാണ്. അത് കാര്യകാരണ സഹിതം എനിക്ക് പറഞ്ഞു തന്നു. ശിവൻ തൻ്റെ ശരീരത്തിൽ നാഗങ്ങളെ ധരിക്കുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക, നിറയെ ഞരമ്പുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. ഇവ തന്നെയാണ് നാഗങ്ങൾ. ശിവൻ എപ്പോഴും നൃത്തം ചെയ്യുന്നു. നമ്മളും അങ്ങനെ തന്നെ, എപ്പോഴും കൈയും കാലും കണ്ണും എല്ലാം ഉപയോഗിച്ച് നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈ നൃത്തം തന്നെയല്ലേ? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് നാം ശിവസ്വരൂപമാണ് എന്നെന്നെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം പോകാൻ എഴുന്നേറ്റു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചില്ല എന്നോർത്തത്. ഞാൻ ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, സായിബാബ. വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുളിൽ നടന്നു മറഞ്ഞു. ആരായിരുന്നു ആ PS വോളണ്ടിയർ? നമുക്ക് ഊഹിക്കാം. 1985 മുതൽ 2005 വരെയുള്ള 20 വർഷക്കാലം സജീവമായി സായി പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനുള്ള അവസരം സ്വാമി തന്നു. ആ കാലഘട്ടത്തിൽ എല്ലാ വർഷവും പ്രശാന്തി നിലയത്തിൽ കേരളത്തിൻ്റെ ഊഴം വരുന്ന ജനുവരിയിലും ജൂലൈയിലുമുള്ള സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായി. കൂടാതെ തിരുവോണം, ഭഗവാന്റെ തിരുനാൾ ആഘോഷം ഇവയിലും പതിവായി പങ്കെടുത്തു വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ സായി പ്രവർത്തനം സിരകളിൽ പടർന്ന ഒരു ലഹരിയായിരുന്നു. ഓരോ ഘട്ടത്തിലും സായി പ്രസ്ഥാനത്തിനുണ്ടായ അത്ഭുതകരമായ വളർച്ചയുടെ നേർക്കാഴ്ചകൾക്ക് സാക്ഷിയാകാൻ പലപ്പോഴും അവസരം ലഭിച്ചു. പ്രശാന്തി നിലയത്തിലെ ഏതാണ്ട് എല്ലാ ഡ്യൂട്ടി പോയിന്റുകളിലും സേവാദളായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതുപോലെ സ്വാമി ഭൗതികദേഹത്തിൽ ദർശനം നൽകി വന്നിരുന്ന സായി കുൽവന്ത് ഹാളിൻ്റെ സേവാദൾ ഗ്രൂപ്പ് ഇൻചാർജായും പ്രശാന്തി നിലയത്തിൽ സേവാദൾ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ഓഫീസിൻ്റെ ഇൻചാർജായും പലവട്ടം സേവനം ചെയ്യുവാൻ സ്വാമി അവസരം തന്നു. സത്യസായി സേവാ സംഘടനയിലും സജീവമായ കാലഘട്ടമായിരുന്നു അത്. പലവട്ടം കീഴില്ലം സായി സമിതി കൺവീനറായും പിന്നീട് എറണാകുളം ജില്ലയുടെ യൂത്ത് കോർഡിനേറ്ററായും തുടർന്ന് സ്പിരിച്വൽ കോർഡിനേറ്ററായും
സർവീസ് കോർഡിനേറ്ററായും എല്ലാം പ്രവർത്തിക്കാൻ സ്വാമി അവസരം തന്നു. ഒരു ഓണക്കാലത്ത് പുട്ടപർത്തിയിൽ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ സ്വാമിയുടെ തിരുമുമ്പിൽ കേരള സായി യൂത്ത് അവതരിപ്പിച്ച സംഗീത പരിപാടിയിൽ ഒരംഗമാകാനും സാധിച്ചു. സുപ്രസിദ്ധ ഗായകൻ ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെയും ശ്രീ രമേശ് സദാശിവയുടെയും നേതൃത്വത്തിലായിരുന്നു സംഗീത പരിപാടി. അന്ന് ആ ഗ്രൂപ്പിൽ എന്നെ കൂടാതെ പല സമിതികളിൽ നിന്നുള്ള യുവാക്കൾ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ സംഗീത പരിപാടി അവതരിപ്പിച്ച കലാകാരന്മാർ എന്ന നിലയിൽ സ്വാമിയുടെ തൃക്കരങ്ങളിൽ നിന്നും നേരിട്ട് ഓണക്കോടി കൈപ്പറ്റുവാനുള്ള ഭാഗ്യവുമുണ്ടായി. ജന്മാന്തരങ്ങളിൽ മാത്രം ലഭിക്കുന്ന അപൂർവ പുണ്യം അതിന്നും സൂക്ഷിക്കുന്നു. അക്കാലത്ത് സേവാദൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ എല്ലാ സേവാദൾ വോളണ്ടിയർമാർക്കും സ്വാമിയുടെ പാദ നമസ്കാരം ലഭിച്ചിരുന്നു. അതിനാൽ നിരവധി തവണ ആ പാദങ്ങൾ സ്പർശിക്കുവാനും ഒരിക്കൽ ഭഗവാന്റെ തൃക്കരം ശിരസ്സിലേറ്റുവാങ്ങി അനുഗ്രഹം നേടുവാനും അവസരമുണ്ടായി. 2005 ശേഷം ജോലി സംബന്ധമായ ഉത്തരവാദിത്വങ്ങളും സ്ഥലം മാറ്റങ്ങളും നിമിത്തം സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾ സാധിക്കാതെ വന്നു. എങ്കിലും ഏത് സ്ഥലത്ത് ചെന്നാലും സ്വാമിയുടെ സമിതിയുള്ള ഇടം കണ്ടുപിടിക്കുവാനും അവിടുത്തെ ഭജനയിലും മറ്റും പങ്കെടുക്കുവാനും ശ്രദ്ധിച്ചിരുന്നു. 2011 സ്വാമിയുടെ ഭൗതിക ശരീരത്യാഗം വലിയ ഒരു ഷോക്കായിരുന്നു. പക്ഷേ സ്വാമി എങ്ങും പോയിട്ടില്ല. സൂക്ഷ്മ ശരീരത്തിൽ ഇന്നും നമ്മോടൊപ്പമുണ്ട്. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ഇപ്പോൾ